ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം പ്രവചിച്ച് രാജ്യത്തെ പ്രമുഖ വാതുവെപ്പ് കേന്ദ്രങ്ങൾ. മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ബെറ്റിങ്ങിൽ കൂടുതൽ കൃത്യത പുലർത്തിയിരുന്ന രാജസ്ഥാനിലെ ഫലോദി സട്ടാ ബസാർ, മുംബൈ സട്ടാ ബസാർ എന്നിവയാണ് ഇന്ത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുന്നത്. ഫലോദി സട്ടാ ബസാർ ഇന്ത്യ മുന്നണിക്ക് 346 സീറ്റുകൾ പ്രവചിച്ചപ്പോൾ മുംബൈ സട്ടാ ബസാർ ഇന്ത്യ മുന്നണിക്ക് 348 സീറ്റുകളും പ്രവചിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ NDAക്ക് ഭൂരിപക്ഷം പ്രവചിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിൽ അത് തിരുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ 300-ൽ കൂടുതൽ സീറ്റുകൾ ഇവർ NDAക്ക് പ്രവചിച്ചിരുന്നു. നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഫലോദി സട്ടാ ബസാർ NDAക്ക് 329 മുതൽ 332 സീറ്റുകൾ വരെ പ്രവചിച്ചിരുന്നു. എന്നാൽ അഞ്ചാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ ഈ പ്രവചനം തിരുത്തിയിരിക്കുകയാണ്. ഫലോദി സട്ടാ ബസാറിലെ പുതിയ പ്രവചന പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ NDAക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള UPയിൽ ഇന്ത്യ മുന്നണിക്ക് 43 സീറ്റുകൾ ലഭിക്കുമെന്നും ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ 39 സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്ന റിപ്പോർട്ടിൽ ബംഗാളിൽ 36, മഹാരാഷ്ട്രയിൽ 30, ബീഹാറിൽ 29, കർണാടകയിൽ 25 എന്നിങ്ങനെ സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നുണ്ട്. കേവലം 165 സീറ്റുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലെത്തിയപ്പോൾ ഫലോദി സട്ടാ ബസാർ NDAക്കായി പ്രവചിക്കുന്നത്. രാജസ്ഥാനിലെ ഫലോദി ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന വാതുവെപ്പ് മാർക്കറ്റാണ് ഫലോദി സട്ടാ ബസാർ. മുൻകാലങ്ങളിൽ കൂടുതൽ കൃത്യതയോടെ വാതുവെപ്പ് നടത്തിയ രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒരെണ്ണമാണിത്. മെയ് 16-ലെ റിപ്പോർട്ടുകൾ പ്രകാരം ഫലോദി സട്ടാ ബസാറിൽ 180 കോടി രൂപയുടെ വാതുവെപ്പ് നടന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7ാം ഘട്ടവും പൂർത്തിയാകുന്നതോടെ ഇത് 300 കോടി കടക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മറ്റ് പ്രമുഖ റേറ്റിംഗ് ഏജൻസികളുടേതുപോലെ ഇവരുടേതും പോളിംഗ് ഓരോ ഘട്ടം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്തായാലും BJPക്ക് എതിരാണ്. ഈ സട്ടാ ബസാർ എന്നത് വെറും ഒരു വാതുവെപ്പ് കേന്ദ്രം തന്നെയാണ്. ഔദ്യോഗികമായതോ ആധികാരികമായതോ ആയ യാതൊരു ഡാറ്റയും അവിടെയില്ല എന്നതും ഓർക്കുക.